നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. ഫസൽ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് 2012 മുതൽ ജന്മനാട്ടിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് കാരായ രാജൻ. ഈ കേസ് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ ശ്രീ കാരായ രാജൻ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സ്വാഗതം. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട പുതുതായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ടെലിവിഷൻ ചാനലുകളിൽ വന്നതിനെ CBI വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫസലിൻ്റെ സഹോദരൻ നൽകിയ ഹർജിയെ CBI എതിർക്കുകയാണ്. ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണുന്നു. പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ ഈ കേസ് അട്ടിമറിക്കുകയാണ്. പോലീസിന് ഇതിനെ അട്ടിമറിക്കാനുള്ള യാതൊരു ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിനിടയിലാണ് ഫസൽ കേസിലേക്ക് വെളിച്ചം വീശുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. വേറെ ഒരു ഏജൻസി അന്വേഷിച്ച കേസിൽ കേരള പോലീസിന് ഇടപെടാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് കണ്ടെത്തിയ വിവരങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇതൊരു പുതിയ കണ്ടെത്തൽ മാത്രമാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് പോലീസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിൽ CBI തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CBI ഡയറക്ടറെ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പോലീസിന് ഇക്കാര്യത്തിൽ ഇത്രയും സവിശേഷമായ ശ്രദ്ധ ഉണ്ടാകേണ്ട കാര്യം? സവിശേഷതയുള്ളൊരു കേസാണിത്. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ നേരത്തെ കണ്ണൂർ പോലീസ് ചീഫായിരുന്ന സഞ്ജയ് കുമാർ ഗരുഡ്, അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായ വ്യത്യാസമുണ്ട്, പലർക്കും യോജിപ്പും വിയോജിപ്പുമുണ്ട്. RSS BJP പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊരു എതിർപ്പും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് തന്നെ പൂർണ്ണ ബോധ്യമുള്ള ഒരു കേസായിരുന്നു ഫസൽ കേസിൻ്റെ വഴിത്തിരിവ് എന്ന് അദ്ദേഹം കണ്ണൂരിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുതന്നെ അതിൻ്റെ സുതാര്യതയുടെയും സത്യസന്ധതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇതിൻ്റെ അന്വേഷണം ഇങ്ങോട്ടെത്താനുള്ള കാരണം, ഏതാണ്ട് 2.5-3 വർഷം മുമ്പാണ് RSSൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. RSSൻ്റെയും BJPയുടെയും ദേശീയ സംസ്ഥാന സമിതികളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ അവർ തന്നെ ഫസൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പേര് വെളിപ്പെടുത്തിയിരുന്നു. അന്ന് പത്രസമ്മേളനത്തിൽ നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു 8-9 മാസക്കാലം ആ പുറത്തു വന്ന വെളിപ്പെടുത്തിയ പത്രസമ്മേളനത്തിലെ വിവരങ്ങളെ ഖണ്ഡിക്കാൻ, നിഷേധിക്കാൻ RSSോ NDFോ മറ്റാരോ തയ്യാറായിരുന്നില്ല. അങ്ങനെ നിഷേധിച്ചു എന്ന് പറയാൻ ഞാൻ വെല്ലുവിളി ഉയർത്തുകയാണ്. നിഷേധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് നിൽക്കക്കള്ളിയില്ല എന്ന് വന്നപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. BJP പ്രസ്താവനയായിട്ട് വന്നു, NDFൻ്റെ നേതാക്കന്മാരെയും അതിനുവേണ്ടി രംഗത്തിറക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, വ്യക്തമായ വിവരം, ഫസൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരം ഇങ്ങനെയാണ് പുറത്തു വന്നത്. ഈ അന്തരീക്ഷത്തിലാണ് ഇതിൽ ഇപ്പോൾ സുബീഷ് എന്ന് വ്യക്തി പല ആളുകളെയും സമീപിക്കാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അന്നേ പലരുടെയും കൈകളിലുണ്ട്, പല ആളുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പോലീസിൻ്റെ ഒരു കേസുമായുള്ള അന്വേഷണത്തിലെത്തിയപ്പോഴാണ് ആ പഴയ ഫോൺ ക്ലിപ്പ് പോലീസിന് കൈവശപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവുക. ഇത് വൈരുദ്ധ്യമുള്ള കാര്യമാണ്. ഒന്ന്, ശരിയാണ്, ഫോൺ ക്ലിപ്പ് ഉണ്ട്. ഫോൺ ഒരു RSS നേതാവിനോട് സംസാരിക്കുന്നതാണ്. ആ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമല്ല പോലീസിന് മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ സംഭവിക്കും? ഒരു സംഭവത്തെക്കുറിച്ച് യഥാർത്ഥമായ കാര്യമാണെങ്കിൽ 2 തരത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് RSSൻ്റെ ഒരു പ്രമുഖനായ നേതാവിനോട് നേരിട്ട് സംസാരിക്കുകയാണ് ഫോണിലൂടെ. ഇതൊരു പോലീസിൻ്റെ മുമ്പിലാണ്, ഒരു കുറ്റവാളിയാണ് സമ്മതിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ മുമ്പിൽ ഒരാൾ കുറ്റസമ്മതം നടത്തുന്ന സന്ദർഭത്തിൽ തൻ്റെ ഭാഗം സംരക്ഷിച്ചുകൊണ്ടേ നടത്തൂ എന്നുള്ളതൊരു സൈക്കോളജിക്കൽ സൈഡാണ്. തൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല. നേരത്തെ പറയുന്നത് പോലീസിനോടല്ല. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ കുറേ കൂടി ശാസ്ത്രീയമായ അന്വേഷണ രീതികളൊക്കെ അവലംബിക്കുന്ന ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരു അവസരത്തിൽ അയാൾ പലതും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലതും മറച്ചു വെക്കാനാണെങ്കിൽ എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ
അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. രണ്ട് കാര്യങ്ങളാണല്ലോ പറയുന്നത്. ആദ്യത്തെ സംഭാഷണത്തിൽ ഞാനാണ് വെട്ടിയതെന്ന് സുബീഷ് പറയുന്നു. പോലീസിനോട് പറയുമ്പോൾ ഞാൻ വെട്ടിയിട്ടില്ല എന്നുള്ളതാണ് സുബീഷിൻ്റെ വാദം. അങ്ങനെ ഈ പറയുന്ന നിങ്ങൾ ഈ രണ്ട് കാര്യം പറയുന്നുണ്ട്, അത് രണ്ടും രണ്ടായി നിൽക്കെ അപ്പോൾ ഇത് ഏത് വിശ്വസിക്കും? വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന്, ഈ പോലീസിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാം. ആ വീഡിയോയിൽ പറയുന്ന സുബീഷിൻ്റെ ശബ്ദം ഓഡിയോ ക്ലിപ്പിലെ ശബ്ദവുമായിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാം. വളരെ എളുപ്പമാണ്. അന്വേഷണ ഏജൻസിക്ക് ഇതിന് വല്ല തടസ്സമുണ്ടോ? സൈബർ അന്വേഷണ രീതികൾക്ക്, ശാസ്ത്രീയമായ പരിശോധന രീതികൾക്ക്, സോണോഗ്രാഫി ടെസ്റ്റ് ഒക്കെ നടത്താം. ഈ ഫോണിലെ ശബ്ദം സുബീഷിൻ്റെതാണോ? ഈ ഫോണ് ഏത് ദിവസമാണ് സംസാരിച്ചിട്ടുള്ളത്, ഏത് സിമ്മിൽ നിന്ന് ഏത് സിമ്മിലേക്കാണ് പോയത് എന്നൊക്കെ കണ്ടെത്താൻ ഇത് വളരെ നിസ്സാരമായി വളരെ എളുപ്പം സാധിക്കും. ആ വീഡിയോ ക്ലിപ്പിലേക്ക് തന്നെ വന്നാൽ പോലീസ് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്ത ചരിത്രം പല കേസുമായി ബന്ധപ്പെട്ടുമുണ്ട്. സമാനമായ രീതിയിൽ വീഡിയോ പകർത്തിയിട്ടുമുണ്ട്. ആ പല വീഡിയോകളും പുറത്തു വന്നിട്ടുമില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. മാത്രമല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുബീഷ് നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് മാധ്യമങ്ങളിലൂടെ വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി പോലീസ് ഈ കേസിൽ CPM-നെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്ന ആരോപണങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് വെറും ആരോപണമാണ്. മാധ്യമങ്ങൾക്കറിയാലോ, പുതിയ കാലത്ത് വാർത്തകൾ തേടിപ്പിടിക്കാനും വളരെ സാമർത്ഥ്യത്തോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് കൊണ്ടുവരാനുള്ള കഴിവ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമങ്ങൾ നേടിയിട്ടുണ്ട് എന്ന സത്യം അംഗീകരിക്കുന്നതാണ് നല്ലത്. മാധ്യമങ്ങൾക്ക് വിചാരിച്ചാൽ ഇന്ന് പല വിവരങ്ങളും പുറത്തു കിട്ടും. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാൻ പറയുകയാണ്, ഇനിയും നിങ്ങൾ അന്വേഷിച്ചാൽ പല വിവരങ്ങളും കിട്ടും. എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം പറയാം. ഇന്ന് ഫസൽ കേസിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ ദുബായിലുണ്ട്. അയാൾ അവിടെ നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ ഒരു ഫിലിപ്പൈനി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടെ തങ്ങിയിരിക്കുകയാണ്. അയാൾ എന്തുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് വരുന്നില്ല? അയാളുടെ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്താൽ വിവരങ്ങൾ കിട്ടും. എന്തുകൊണ്ട്? എന്താണ് ആ വിവരം? ആ പ്രബീഷിൻ്റെ അച്ഛൻ പല ആളുകളെയും പോയി മാപ്പപേക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ മകനെ രക്ഷിക്കണമെന്ന്. അന്വേഷിക്കട്ടെ. ഇയാൾ പോയി സമീപിച്ച പല ആളുകളെ ഞങ്ങൾക്കറിയാം. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരട്ടെ, അപ്പോൾ സത്യം പുറത്തു വരുമല്ലോ. എന്തിനാണ് പ്രബീഷിൻ്റെ അച്ഛനും പ്രബീഷിൻ്റെ ബന്ധുക്കളും പല ആളുകളെയും പോയി സമീപിച്ചത്? ഇത് മറ്റൊരു വശം. ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ സാമർത്ഥ്യം ഉപയോഗിച്ച് ഇപ്പോൾ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പെല്ലാം കൊണ്ടുവന്നതുപോലെ തന്നെ ഇതും പുറത്തെത്തിക്കാൻ സാധിക്കും. ഇനിയും ഇത് ഈ കാര്യങ്ങളുടെ ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയൊരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പോലീസ് കൊടുക്കാതെ ഇതൊന്നും പുറത്തു വരില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. പോലീസ് ആരോ കൊടുത്തതെന്നുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കട്ടെ. മാധ്യമങ്ങൾക്ക് അതിൻ്റെ കഴിവുണ്ട്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ വളരെ രഹസ്യമാണെന്ന് കരുതുന്നു. ഇത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആർക്കും ശേഖരിക്കാൻ സാധിക്കുമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, RT ആക്ട് പ്രകാരം ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു സാധ്യമാണ്. പോലീസിന് അത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്തായാലും സുബീഷ് തന്നെ പറയുന്നത് തന്നെ മർദ്ദിച്ച് പറയിപ്പിച്ചതാണ് എന്ന്. ആ സാഹചര്യത്തിൽ ഇതിന് നിയമപരമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നീതിന്യായ സംവിധാനങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കട്ടെ. അതിൻ്റെ നിയമജ്ഞന്മാർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. ഇതിലിപ്പോൾ സുബീഷിനെ മർദ്ദിച്ചിട്ടാണ് ഈ മൊഴി പുറത്തു വന്നത്, മൊഴി എടുത്തത് എന്ന് പറയുമ്പോൾ സുബീഷിൻ്റെ ബോഡി ലാംഗ്വേജ് പരിശോധിക്കാൻ ആർക്കും എത്ര സ്വതസിദ്ധമായി ഒരു ആശങ്കയുമില്ലാതെ ഒരു ആവലാതിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷവാനായിട്ട് അയാൾ മൊഴി രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളിൽ വെച്ച് കേട്ടിട്ടുള്ള ഓഡിയോ ക്ലിപ്പിലെ സംഭാഷണങ്ങൾ വളരെ പതുങ്ങിയാണ്. അത് കുറേ കൂടി ശ്രദ്ധിച്ചിട്ടാണ് അയാൾ പറയുന്നത്. ഇത് മറ്റൊരാൾ കേൾക്കാൻ പാടില്ല എന്ന ഭാഗത്തിലാണ്. ഇവിടെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള വിഷ്വലിൽ കാണുന്നത് അയാൾ വളരെ സ്വാഭാവികമായിട്ടാണ്, വളരെ സന്തോഷവാനായിട്ടാണ് പറയുന്നത്. മർദ്ദിച്ചു എന്ന പരാതി പറയുന്നത് കേട്ടിട്ടും NDF-കാരനായിരുന്നുവല്ലോ ഫസൽ. ആ NDF പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ആ കാര്യം വിശ്വാസം വരണ്ടേ? അവർക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീക്ക് വിശ്വാസം വന്നിട്ടില്ല. സഹോദരൻ നിങ്ങളുടെ പക്ഷത്തുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസം വരുന്നു എന്നുള്ളതല്ലാതെ ഈ കേസിലെ പരാതിക്കാർക്ക് ഇത് വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ. സഹോദരൻ ഒരു CPM പക്ഷപാതിയാണ് എന്നത് ശരിയല്ല, പൂർണ്ണമായി ശരിയാൽ. CPM അനുഭവമുള്ള ആളാണോ സത്താർ എന്നെനിക്കറിയില്ല. അബ്ദുൽ സത്താറാണ് ഈ പരാതി കോടതിയിൽ മൂവ് ചെയ്തിട്ടുള്ളത്.
മറ്റൊന്ന് ഫസലിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യമാവുന്നുണ്ടോ എന്നുള്ളത്, അവരെന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്, അവരാരെയാണ് ഭയപ്പെടുന്നത്? ഞങ്ങളൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഉള്ളു തുറന്നാണ് ഞങ്ങളുടെ സത്യസന്ധത വെളിപ്പെടുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചങ്കെടുത്ത് പുറത്ത് വെച്ചാലും അത് ചെമ്പരത്തിപ്പൂവാണ് എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ധരിച്ചു പോകുന്ന ഒരു കാലത്ത് ചില ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. അവരൊക്കെ അതിൽ നിന്ന് മാറാതെ തരമില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ നാസർ ഇളമരം, നസീറുദ്ദീൻ ഇളമരം, അദ്ദേഹത്തിൻ്റെ ഒക്കെ ചർച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം ഒടുവിൽ വരുമ്പോൾ പുനരന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരെയോ ഭയപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരാരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ, ഈ ഒരു കാര്യം കൂടി പുറത്തു വരേണ്ടതാണ്. ആ തലശ്ശേരിക്കാരായ NDF ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ലല്ലോ. ഈ സംഭവം നടന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിലാണ് CPIM പ്രവർത്തകർ പ്രതികളായിട്ടുള്ളത്. NDFകാർക്ക് RSSകാരാണ് കൊന്നത് എന്നുള്ള നിലയിലായിരുന്നുവെങ്കിൽ RSSകാർ ആ സമയത്ത് അറസ്റ്റിലായേനെ എന്നുള്ള ബോധ്യമുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഈ കേസിൻ്റെ തുടക്കഘട്ടത്തിൽ RSSലേക്ക് തന്നെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സംഘർഷാത്മകമായ രീതിയിലാണ് തലശ്ശേരിയിലെ അന്തരീക്ഷം NDFൻ്റെ ഭാഗത്തുനിന്നും ഈ സംഭവത്തെ തുടർന്നുണ്ടായിരുന്നത്. ഒരു രണ്ടാം വർഗീയ കലാപം തന്നെ തലശ്ശേരിയിൽ മണത്തിരുന്നു. അവിടെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ കാണിച്ചിട്ടുള്ള ജാഗ്രത, ഞങ്ങളുടെ പാർട്ടി അവിടെ കാണിച്ചിട്ടുള്ള മുൻകൈ ഒരു കലാപത്തിൻ്റെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. ഞങ്ങളതിൽ വളരെയധികം പ്രയാസപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേസിൻ്റെ ഒരു രീതി പറയുമ്പോൾ, ഇങ്ങനെ അന്വേഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ എത്രയെത്ര കേസുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. എത്ര കേസുകൾ! അല്ല, ഈ മെക്ക മസ്ജിദ് കേസ് അല്ല, അതും ഈ കേസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ CPIM പ്രവർത്തകരെ പ്രതി ചേർത്തപ്പോൾ തന്നെ CPIM പ്രവർത്തകരല്ല പ്രതികൾ എന്നുള്ളത് CPIMൻ്റെ തലശ്ശേരി ഏരിയ നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു സംശയമില്ലല്ലോ. ആ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. മക്ക മസ്ജിദ് പോലെ നിരപരാധികളെ കേസിൽ കൊടുക്കുക എന്നുള്ളത് ഭരണകൂടം കൂടി അറിഞ്ഞിട്ടുള്ളതാകും. ഇവിടെ പക്ഷേ ഭരണകൂടം നിങ്ങളായിട്ടും നിങ്ങളുടെ പ്രവർത്തകർ പ്രതികളാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ, പോലീസാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും വിഭാഗമാവട്ടെ, CBI ആവട്ടെ, ഈ അന്വേഷണ വിഭാഗങ്ങൾക്കെല്ലാം പല ഘട്ടങ്ങളിലും പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. കേസുകൾ തന്നെ നേരെ മാറി മറിഞ്ഞ സംഭവം മെക്ക മസ്ജിദിൻ്റെയും ദുർഗ ഷെരീഫിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഏജൻസിക്ക് തെറ്റുപറ്റാം, പക്ഷേ അതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കേസുകളിലല്ലേ ഇത്? പക്ഷേ അങ്ങനെ ഒരു കേസല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പോലീസിന്, നമ്മുടെ സംസ്ഥാനത്തെയും പോലീസിൽ പല വിഭാഗക്കാരുണ്ട്. പല സ്വാധീനങ്ങൾക്കും വഴിപ്പെട്ട് കേസന്വേഷണത്തെ അട്ടിമറിക്കുന്ന ആളുകൾ, ഒരു ഭരണ സംവിധാനത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഈ കേരളത്തിലുണ്ട്. ഇപ്പോൾ CPIM പ്രവർത്തകർ പ്രതികളായപ്പോൾ തന്നെ തലശ്ശേരിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തിന്? ജില്ലാ സെക്രട്ടറി തലശ്ശേരിയിൽ വന്ന് പ്രതിഷേധിച്ചതല്ലേ, പ്രതിഷേധ യോഗം നടത്തിയതല്ലേ. അപ്പോൾ പോലീസിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തിരുത്തുമായിരുന്നില്ലേ? 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമല്ലേ? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ആ തെറ്റ് പറ്റിയാൽ ഇവിടെ തിരുത്തപ്പെടണം. ഞങ്ങൾ ചോദിക്കുന്നത്, ഇരിക്കട്ടെ, അന്നത്തെ പോലീസിനും ഗവൺമെൻറ്റിനും തെറ്റുപറ്റി, ഇന്നിതാ തെളിവുകൾ പർവ്വതം പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ പുതിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സത്യത്തിനാണ് ഇവിടെ അംഗീകാരം കിട്ടേണ്ടത്, ആ സത്യത്തിനാണ് വിജയം ഉണ്ടാവേണ്ടത്. അന്ന് ആഭ്യന്തരമന്ത്രി തലശ്ശേരിക്കാരനായ, തലശ്ശേരി MLA ആയ ഇപ്പോഴത്തെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. താങ്കൾ തലശ്ശേരി ഏരിയയുടെ ഏരിയ സെക്രട്ടറിയാണ് അന്ന് പ്രവർത്തിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ താങ്കളെ ഇക്കാര്യത്തിൽ സംരക്ഷിച്ചില്ല എന്നൊരു തോന്നൽ ഇപ്പോഴെങ്കിലും ഉണ്ട്? ഒരു ഭരണത്തലവന്, ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരായാലും അവർക്കൊന്നും പ്രത്യേക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഭരണത്തിലോ പോലീസിലോ അവരുടെ സ്വാതന്ത്ര്യത്തിലോ ഇടപെടണം എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു വഴിതെറ്റി അന്വേഷണം നടക്കുമ്പോൾ അതിൽ നിന്ന് CPIM പ്രവർത്തകർ അനുഭാവികളൊക്കെ പെടുന്നു എന്നുള്ളത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം എന്നൊരു താല്പര്യം, അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം വരണമെന്ന ഒരു തോന്നലും ഒരഭിപ്രായവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. പക്ഷേ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അന്നും ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല.
പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം അതിനെതിരായി പ്രതിഷേധിച്ചിട്ടുണ്ട്. CPM ബന്ധമില്ലാത്ത സംഭവമാണ് എന്ന് അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ചില തെറ്റായ രീതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് കടന്നുകൂടിയിട്ടുണ്ടാവാം. അതെല്ലാം അന്വേഷിക്കട്ടെ. അതെല്ലാം ചിലപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരും. എന്തൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പുറത്തു വരും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് താങ്കൾ തയ്യാറാണ്? ഞാൻ 100 വട്ടം എന്തെല്ലാം ടെസ്റ്റ് നടത്താൻ സാധിക്കും എല്ലാവരും ചെയ്യണം. ഇപ്പോൾ കുപ്പി സുബേഷിനെയും RSSനെ ഇപ്പോൾ പല മാധ്യമങ്ങളിൽ വന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെ ഉൾപ്പെടെ വിളിച്ചിട്ട് നുണപരിശോധന നടത്താൻ തയ്യാറാവണം. അവർ പറയുന്നത് കളവാണ് എന്ന് അവരുടെ പൾസ് പിടിച്ചാൽ മനസ്സിലാവും. മനസാക്ഷിക്ക് മുമ്പിൽ നുണയാണ് പറയുന്നത് എന്ന് ഈ വിഷയത്തെ ന്യായീകരിക്കുന്ന ഓരോ ആൾക്കും പറയാൻ സാധിക്കും. ഞാൻ 100 വട്ടം തയ്യാറാണ്. ഏത് പരിശോധന ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ CBI അന്വേഷിച്ചിട്ടുള്ള 2-3 പ്രതികൾ, ഒരാളുടെ പേര് ജിതേഷ് എന്നാണ്, മറ്റൊരാളുടെ പേര് ജിജു എന്നാണ്. ജിജു എന്ന പാച്ചൂട്ടി. ഈ 2 പേരും നുണപരിശോധനയ്ക്കും മറ്റേ ബ്രെയിൻ മാപ്പിംഗ് ഇതിന് വിധേയമായിട്ട് റിപ്പോർട്ട് നെഗറ്റീവാണ്, കുറ്റപത്രത്തോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ടത്. എന്നിട്ട് പോലും ഈ അന്വേഷണം ഇങ്ങനെയാണ് പോകുന്നത് എന്ന് കണ്ടിട്ടും ഇത് ഞങ്ങളുടെ തലയിൽ വന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അക്കാര്യത്തിൽ CBIക്ക് എന്തിനാണ് പിടിവാശി? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കൾ നുണപരിശോധനയ്ക്ക് സന്നദ്ധനായിരുന്നു, പക്ഷേ നുണപരിശോധനയ്ക്ക് CBI തയ്യാറല്ല. 1, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച 2 നുണപരിശോധനാ ഫലങ്ങൾ. 3, ഇപ്പോൾ ഇങ്ങനെ ഒരു മൊഴി വന്നിരിക്കുകയാണ്, പക്ഷേ ആ മൊഴി ഒരു തരത്തിലും കണക്കിലെടുക്കേണ്ടതല്ല എന്നുള്ളതാണ് CBIയുടെ നിലപാട്. ഇതിപ്പോൾ ഒരു LDF പ്രവർത്തകൻ 2006 കൊല്ലപ്പെട്ട കേസാണ്. അക്കാര്യത്തിൽ CBI എങ്ങനെയാണ് ഒരു പിടിവാശി കാണിക്കുന്നത്? അതാണ് ഞാനും ചോദിക്കുന്നത്. പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുന്ന ആരാണ് എതിർക്കേണ്ടത് കാര്യം? നീതിന്യായ സംവിധാനങ്ങളിലും നീതിയിലും ജനാധിപത്യത്തിലും ഭരണഘടനാ മൂല്യങ്ങളിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമുള്ളവർക്ക് ഏത് അന്വേഷണം നടക്കുന്നതിനെയും എതിർക്കേണ്ട കാര്യമില്ല. RSS അതുപോലുള്ള സംഘടനകൾക്ക് നിയമ സംവിധാനങ്ങളോട് പ്രതിബദ്ധതയില്ല. വെറുതെ പറയുന്നതല്ല, വിചാരധാരയിൽ പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടന, അംബേദ്കറാൽ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അംഗീകരിക്കാത്തവർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാൻ ബാധ്യതയില്ല. അപ്പോൾ RSS പോലുള്ള BJP പോലുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തിന് നിയമവ്യവസ്ഥയെ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, നിയമത്തിൻ്റെ ഭാഗമായി എന്തുകൊണ്ടൊരു പുനരന്വേഷണം നടത്തിക്കൂടാ? പുനരന്വേഷണത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത്? ശരിയാവട്ടെ, ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, ഞങ്ങൾ 5 വർഷക്കാലം നിരപരാധികളാണെന്ന് അറിഞ്ഞിട്ടും പീഡിപ്പിക്കപ്പെട്ടു. വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നു, കുപ്പി സുബീഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അയാൾ നിരപരാധിയാണെങ്കിൽ 5 മിനിറ്റ് പോലും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അയാൾ അന്വേഷണത്തിൻ്റെ മുമ്പാകെ വരട്ടെ. അന്വേഷണത്തിന് മുമ്പാകെ വന്ന് അയാൾ ഓഡിയോ ക്ലിപ്പ്, അയാളുടെ സംഭാഷണങ്ങൾ, അയാളുടെ വീഡിയോ, അയാൾ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി, ഇതെല്ലാം പരിശോധിച്ചിട്ട് അയാൾ തെറ്റുകാരനല്ല എങ്കിൽ അയാൾ 5 നിമിഷം പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അനുഭവിച്ച പീഡനത്തിൻ്റെ വടുക്കൽ പേറി നടക്കുന്നവരാണ്. അതുകൊണ്ട് പറയാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനം, അവൻ വേട്ടയാടപ്പെടുന്നത്, ചെയ്യാത്ത കാര്യത്തിൽ ഒരാൾ കുരിശിലേറ്റപ്പെടുന്നത് സഹിക്കാനാവില്ല. അതുകൊണ്ട് കുപ്പി സുബീഷ് തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാളും വേട്ടയാടപ്പെടരുത്. കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസിന് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ പോലീസ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് അന്വേഷിച്ച പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അന്ന് അന്വേഷിച്ച പോലീസ് ശരിയാവണ്ണമല്ല പോയത് എന്ന് ഇന്നല്ല ഞങ്ങൾ പറയുന്നത്, അന്നും പറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ ഇതുപോലെ ഒരു പൊതുവേദിയിൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം ഒരു കാലത്ത് പുറത്തു വരും. ഞാൻ പറഞ്ഞില്ലേ, വിവരങ്ങളുടെ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളൂ. CBI താങ്കളെ പ്രതിയാക്കാൻ വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മരണം നടന്ന തൊട്ട് അടുത്ത ദിവസം താങ്കൾ അവിടുത്തെ സ്വകാര്യ പ്രാദേശിക മാധ്യമങ്ങളോട് BJP ആണ് ഇതിന് പിന്നിൽ എന്ന് കാരായി രാജൻ ആരോപിച്ചു. കാരായി രാജൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഈ കൃത്യം നിർവഹിച്ച് അത് BJPയുടെ തലയിൽ കെട്ടിവെച്ച് ഒരു വർഗീയ കലാപത്തിനായിരുന്നു CPM ശ്രമിച്ചതെന്നാണ് CBI ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് തൊട്ടടുത്ത സമയത്ത് BJP ആണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് താങ്കൾ ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു ഭയങ്കര തമാശയായിട്ടുള്ളൊരു കുറ്റാരോപണമാണ്. ഞങ്ങൾ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടത്. ഇവിടെ ഇതാദ്യം അവിടെ സംഭവ സ്ഥലത്ത് ഉന്നയിച്ചത് NDF നേതാക്കന്മാരാണ്.
LDF നേതാക്കന്മാർ ഉന്നയിച്ചതിന് ശേഷം അവിടെ നമ്മുടെ പാർട്ടിയുടെ പല നേതാക്കന്മാരും ഞാൻ എത്തുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ എത്തുന്നത് ഏകദേശം ഒരു 8 മണിയോടുകൂടിയാണ്. അതിനു മുമ്പ് അവരും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പത്രക്കാരോടെല്ലാം LDFൻ്റെ ജില്ലാ കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ പരസ്യപ്പെടുത്തി LDFകാരനെ കൊന്നത്, ഫസലിനെ കൊന്നത് RSS ആണ് എന്ന് അവർ പരസ്യപ്പെടുത്തി. അതും കൂടി വെച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന പ്രാഥമികമായ അന്വേഷണങ്ങളൊക്കെ ഞങ്ങളും നടത്തി. പാർട്ടിക്കും അതിൻ്റെ സംവിധാനമുണ്ട്, ഒരു പ്രദേശത്തൊക്കെ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ 2006 ഒക്ടോബർ മാസത്തിൽ നടന്ന കുറേ സംഘർഷങ്ങൾ, ആ സംഘർഷത്തിൽ കുറ്റപത്രത്തിൽ ഈ കാര്യമുണ്ട്. അതായത് LDFൻ്റെ പ്രവർത്തകർ കൊടുത്ത സാക്ഷിമൊഴികളായി പറയുന്ന കാര്യങ്ങൾ CBI കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ ഇതെല്ലാം ഉണ്ട്. അതിലെന്താ പറയുന്നത്? ഒന്ന്, രാധാകൃഷ്ണ മഠത്തിൻ്റെ താമ്പൂല പ്രശ്നം സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രചരണ ബോർഡ് LDF പ്രവർത്തകന്മാർ പരസ്യമായി വന്ന് നശിപ്പിച്ചു. ഇതിനെതിരായി RSSൻ്റെ പ്രവർത്തകർ പിന്നീട് വെച്ച മുസ്ലിം തീവ്രവാദത്തിനെതിരെ പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ LDFകാർ പള്ളിയിൽ പോകുമ്പോൾ നശിപ്പിച്ചു. ഇത് കുറ്റപത്രത്തിൽ RSSകാരൻ്റെ മൊഴിയാണ്. കുറ്റപത്രം ഇന്ന് ആർക്കും നോക്കാലോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി സജിത്ത്, OM സജിത്ത് എന്ന ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ കൺവീനറെ LDFകാർ മർദ്ദിച്ചു. ചെറിയ ആളെയല്ല മർദ്ദിച്ചത്. ഈ സംഭവത്തെ തുടർന്ന് LDFകാരുടെ പേരിൽ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തു എന്ന് മാത്രമല്ല, ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ച് കേസെടുത്ത് 5 LDFകാർ കണ്ണൂർ സബ് ജയിലിൽ ഏതാണ്ട് 1 മാസക്കാലം റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 18 അവർ റിമാൻഡ് കാലാവധി ജാമ്യം കിട്ടി പുറത്തു വരികയാണ്. ഒക്ടോബർ 22 ഫസൽ കൊല്ലപ്പെടുന്നത്. ഇതുമാത്രമല്ല, കുറ്റപത്രം വായിച്ചാൽ കാണാൻ സാധിക്കും, ഫസലുക്കയെ കാണുമ്പോൾ, അങ്ങനെയാണ് കുറ്റപത്രത്തിൽ ഫസലിൻ്റെ ബന്ധു കൊടുത്ത മൊഴി, ഫസലുക്കയെ കാണുമ്പോൾ നിന്നെ പച്ച പുതപ്പിച്ച് കിടത്തും എന്ന് RSSകാർ ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് LDF പ്രവർത്തകൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഫസലിനെ കാണുമ്പോൾ, ഫസലും LDF പ്രവർത്തകന്മാർ പോകുമ്പോൾ കൊടുവാൾ, നമ്മുടെ നാട്ടിൽ കത്തിയാളെന്ന് പറയാം, കത്തിയാൾ കല്ലിലുരച്ച് മൂർച്ച കൂട്ടി ഇത് നിങ്ങൾക്ക് വെച്ചതാണ് എന്നിങ്ങനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മറ്റൊരു LDFകാരൻ മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പോലീസ്, പിന്നെ CBI, ഇവർ രണ്ടുപേരും ഈ കേസ് അന്വേഷിച്ചല്ലോ. രണ്ടുപേരും വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. കൂടുതൽ പ്രതികൾ CBIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയെല്ലാം സത്യം വസ്തുതകളും നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ തെളിഞ്ഞിരിക്കെ ഇതെല്ലാം രാഷ്ട്രീയമായ കാരണങ്ങളാൽ, സാമ്പത്തിക സ്വാധീനത്താൽ, അതുമല്ലെങ്കിൽ വിഭാഗീയമായ വർഗീയ താല്പര്യങ്ങളാൽ കേസുകളൊക്കെ വഴിതിരിച്ചു വിട്ടു. ഇതിൽ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് വഴിതിരിച്ചു വിടാൻ, വിഭാഗീയവും വർഗീയമായ കാരണങ്ങളുണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടാൻ. അതായത് തലശ്ശേരിയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായേക്കുമെന്ന ഭീതിയിൽ ഇത് CPIM പ്രവർത്തകരുടെ തലക്കിരിക്കട്ടെ എന്ന് വെച്ചതാണോ? അങ്ങനെ ഒരു ചർച്ചയും കൂടി വന്നിട്ടുണ്ട്. അത് ഏതോ ഒരു മീഡിയ ആ കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് RSSും LDFും തമ്മിലാണ് ഈ സംഘർഷം അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അത് തീർച്ചയായും ഒരു ഹിന്ദു മുസ്ലിം കലാപമായിട്ട് മാറും. അത് മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചില പണി ഒപ്പിച്ചു എന്ന വിവരം ഏതോ ഒരു മാസിക പുറത്തുവിട്ടിട്ടുണ്ട്. അത് കണ്ടെത്തണം. ഞാൻ അതിൻ്റെ സത്യസന്ധതയിലേക്കും അതിൻ്റെ വസ്തുതയിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ എങ്ങനെയാണ് ഒരേ പാറ്റേണിൽ, ഇപ്പോൾ CBI ഒരു കേന്ദ്ര ഏജൻസിയാണ്, വേണമെങ്കിൽ CBIയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം ആരോപിക്കാം. ലോക്കൽ പോലീസ് ആ സമയത്ത്, ക്രൈംബ്രാഞ്ച് ആ സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലായിരുന്നു. എന്ന് മാത്രമല്ല, CBI ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ BJP അല്ല കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ രണ്ടുപേരും ഒരേ കണ്ടെത്തൽ എങ്ങനെയാണ് നടത്തുന്നത്? അതാണ് ഇതിലെ അസംബന്ധം. ഒരു കേസ് നേരാമണ്ണം പരിശോധിച്ചിട്ടില്ല. ഒന്നും പുതുതായി കണ്ടെത്താനോ സത്യത്തിലേക്ക് കടന്നു വരാനോ ഒരു ഘട്ടത്തിലും സാധിച്ചിട്ടില്ല. കേരള പോലീസ് അങ്ങേറ്റം ബ്ലണ്ടറായിട്ടത് കൈകാര്യം ചെയ്തു. അതിൻ്റെ തുടർച്ചയായി CBIയും അത് തന്നെ തുടർന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മളിപ്പോൾ കാണാതിരുന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴും ഇവിടെ CBI എന്ന സംവിധാനം രാജ്യത്ത് പരിഗണിക്കപ്പെടുന്നത് ഒരു ഹയർ ഏജൻസി എന്നുള്ള നിലയിലാണ്. അവർക്കായിരുന്നു ഈ സത്യത്തിലേക്ക് എത്താൻ കഴിയേണ്ടത്.
കേരള പോലീസിൻ്റെ തെറ്റ് തിരുത്താൻ അവർക്ക് സാധിക്കണമായിരുന്നു. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. അല്ലെങ്കിൽ അവരും അതേ റൂട്ടിൽ തന്നെ പോയി എന്ന് മാത്രമേ അതിൽ കാണാൻ പറ്റുന്നത്. ഈ കേസിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ആദ്യ പ്രതികളാകെ അവർക്ക് നാട്ടിൽ പോകാനും അവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരായി രാജനാണ്, കാരായി ചന്ദ്രശേഖരനുമാണ് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുകയും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു വേർതിരിവ് കേസിനകത്ത് കാരായി രാജനെ ഉൾപ്പെടെയുള്ള ആളുകളെ തലശ്ശേരിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തി എന്ന ആരോപണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് കുറേ കൂടി രാഷ്ട്രീയമായ കാരണങ്ങളാൽ ശരിയാണ്. കാരണം എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ നാട്ടിലുണ്ട്. അവർക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടി. കേരളത്തിൽ ഒരു കേസിലുമില്ലാത്ത ഒരു സംഭവം, ഇന്ന് നിലവിൽ ഒരു കേസിലും തുടരാത്ത ഒരു നീതി നിഷേധം, പച്ചയായ മനുഷ്യാവകാശ ലംഘനം കേരളത്തിൽ ഞങ്ങളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരു 5-10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ കൊലപാതകങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പ്രതിപ്പട്ടികയിലുണ്ട്. BJP നേതാക്കന്മാർ കൊലക്കേസിൽ പ്രതികളാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസ്സുകാരെ കൊന്നിട്ട് കൊലക്കേസിൽ പ്രതികളാണ്. നമ്മളെ ആളുകളും പ്രതികളായിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു കേസിലും കാണാത്ത ഒരു മനുഷ്യാവകാശ ലംഘനം ഞങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഉണ്ടാവുകയാണ്. ഇത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറ്റിയാൽ അവർക്ക് അവിടെ ശക്തിപ്പെടാൻ സാധിക്കും. അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളിപ്പോൾ നാട് കടത്തിയിട്ടോ ഞങ്ങൾ ജയിലിൽ കടത്തിയിട്ടോ ഞങ്ങളൊന്നും തളർത്താൻ ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വളരെ ശക്തരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും തകർന്നു പോകുന്ന, അങ്ങനെയെല്ലാം തളർത്താൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലല്ല ഞങ്ങളൊന്നും കടന്നു വന്ന് പ്രവർത്തിക്കുന്നത്. CPM-ന് സ്വാധീനമുള്ള പലയിടങ്ങളിലും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ കൊലപാതകവും അനാഥമാക്കുന്നത് ഓരോ കുടുംബങ്ങളെ കൂടിയാണ്. CPM കൂടി വിചാരിച്ചാൽ ഇതിനൊരു അറുതി വരുത്താൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല. അതിനൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ തലശ്ശേരി ഏരിയയിൽ മാത്രം നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, 33 CPM പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ഏരിയയിലാണ്, 5 പഞ്ചായത്തിൽ 33 CPM പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കണക്കെടുപ്പ് നടത്തിയാൽ അവർക്കും പറയാനുണ്ടാകും. അതെ, ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ കണക്കെടുപ്പിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. മനുഷ്യൻ്റെ ദുരന്തങ്ങളും വേദനയും കണ്ണീരും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണല്ലോ. CPM-ന്റെ അടുത്ത് നിന്നൊരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ പകുതി പ്രശ്നം തീരുന്നില്ലേ എന്ന് ജനം ചോദിച്ചാൽ സംശയമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു അക്രമ സംഭവത്തിനും ശ്രമിക്കാറില്ല. പക്ഷെ വളരെ വല്ലാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ ജനങ്ങൾ തന്നെ ചിലപ്പോൾ മുൻകൈയെടുത്ത് അവരുടെ പ്രതിഷേധം, അവരുടെ പ്രതികരണം രേഖപ്പെടുത്താറുണ്ട്. എന്തായാലും പുതിയ വിവാദങ്ങൾ ഉണ്ടായി വന്ന സാഹചര്യത്തിൽ, പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ അത് യുക്തമായി പരിഗണിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ കാരായി രാജൻ ഇത്രയും നേരം സംസാരിച്ചതിന്. മീറ്റ് ദ എഡിറ്റേഴ്സ് അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി. നമസ്കാരം.